ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ്സിലേക്കാണ് പോകുന്നത്. ഒരു തലത്തിലെ പോയിന്റിന്റെ പൊസിഷൻ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് നമ്പർ ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു തലത്തിലെ പോയിന്റ്സിനെ ഒരു പ്ലെയിനിലെ പോയിന്റ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ലൈൻ എന്താണെന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിന്റെ ഒരു പോയിന്റ് 0, റൈറ്റ് സൈഡിലേക്ക് ഒരേ അകലത്തിൽ 1, 2, 3, 4 അങ്ങനെ അടയാളപ്പെടുത്തും. ലെഫ്റ്റ് സൈഡിലേക്ക് -1, -2, -3 അങ്ങനെ അടയാളപ്പെടുത്തും. അങ്ങനെയുള്ള നമ്പർ ലൈനും അതിലെ നമ്പർ അടയാളപ്പെടുത്തുന്ന രീതിയും അതിലെ പൊസിഷൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന രീതിയും ഒക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് നമ്പർ ലൈൻ, ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് നമ്പർ ലൈൻസ് ഉപയോഗിച്ച് by using two perpendicular number lines we can mark the position of any point on a plane. ഒരു ഹൊറിസോണ്ടൽ നമ്പർ ലൈനും ഒരു വെർട്ടിക്കൽ നമ്പർ ലൈനും. ഈ ഹൊറിസോണ്ടൽ നമ്പർ ലൈനിൽ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുക, എക്സ് ആക്സിസ്. വെർട്ടിക്കൽ നമ്പർ ലൈനിൽ പറയുന്നത് വൈ ആക്സിസ്. അപ്പൊ ഇത് എക്സ് ആക്സിസ് നമ്മൾ എക്സ് എക്സ് ഡാഷ് എന്ന് അടയാളപ്പെടുത്തും, വൈ ആക്സിസ് നമ്മൾ വൈ വൈ ഡാഷ് എന്ന് അടയാളപ്പെടുത്തും. അപ്പോൾ ഈ രണ്ട് നമ്പർ ലൈൻസ് ഉപയോഗിച്ച് ഒരു പോയിന്റിന്റെ പൊസിഷൻ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ പോയിന്റിന്റെ പൊസിഷൻ നോക്കുക. ഇത് ഈ പോയിന്റ് നേരെ എക്സ് ആക്സിസിൽ കണ്ടോ 2-ന് നേരെയാണ്. അതുപോലെ വൈ ആക്സിസില് വൈ ആക്സിസിൽ 3-ക്ക് നേരെയാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ 2-ന് നേരെയും വൈ ആക്സിസിൽ 3-ന് നേരെയും. അപ്പൊ ഈ നമ്പറിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2, 3 എന്ന് പറയും. എക്സ് ആക്സിസിലുള്ള നമ്പർ ആദ്യം എഴുതും, വൈ ആക്സിസിലുള്ള നമ്പർ രണ്ടാമത് എഴുതും. അതായത് 2, 3 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഈ പോയിന്റിന്റെ നേരെ എക്സ് ആക്സിൽ 2ഉം വൈ ആക്സിൽ 3. അതായത് ഈ ഡിസ്റ്റൻസ്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ രണ്ട് ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്നാ പറയുക. അതിനെ നമ്മൾ 0 എന്ന് അടയാളപ്പെടുത്തും. അപ്പോൾ ഒറിജിൻ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആക്സിസ് ഈസ് കോൾഡ് ഒറിജിൻ. ഓക്കെ, മറ്റൊരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ അടയാളപ്പെടുത്താൻ നോക്കാം. ഇതിന്റെ നേരെ എക്സ് ആക്സിസിലേക്ക് വരുന്ന പോയിന്റ് ഏതാന്ന് നോക്കുക. കണ്ടോ, എക്സ് ആക്സിൽ -4ന്റെ നേരെയാണ്. വൈ ആക്സിസിലോ വൈ ആക്സിസില് 2-ന് നേരെയാണ്. അപ്പോൾ ഈ പോയിന്റ് കോർഡിനേറ്റ് എന്താ എഴുതാം, -4, 2. ആ പോയിന്റ് കോർഡിനേറ്റ് -4, എക്സ് ആക്സിൽ -4ഉം വൈ ആക്സിസിൽ 2. സോ -4, 2 എന്നാണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അടയാളപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കോർഡിനേറ്റ്സ് നോക്കാം. എക്സ് ആക്സിൽ കണ്ടോ അത് -3യുടെ നേരെയാണ്. വൈ ആക്സിസിൽ കണ്ടോ -2ന്റെ നേരെയാണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്ത് വരും, -3. എക്സ് കോർഡിനേറ്റ് ആദ്യം പറയണം, വൈ കോർഡിനേറ്റ് എക്സ് ആക്സിൽ നമ്പർ ആദ്യം പറയണം, വൈ ആക്സിൽ നമ്പർ രണ്ടാമത് പറയാം. അപ്പോൾ -3, 2, -2 ആണ് ഈ പോയിന്റിന്റെ പൊസിഷൻ. അതുപോലെ മറ്റൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇതിന്റെ കോർഡിനേറ്റ്സ് നോക്കാം. എക്സ് ആക്സിൽ 5-ന് നേരെ, വൈ ആക്സിൽ 3-ക്ക് നേരെ. അപ്പോൾ 5, 3 എന്ന് പറയുന്നതാണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്. ഇനി ദി പെയർ ഓഫ് നമ്പേഴ്സ്, ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഈ നമ്പേഴ്സ് 5, -3, 2, 3, -3, -2, -4, 2 ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഈ പെയർ ഓഫ് നമ്പേഴ്സ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുക. ഇതിൽ ആദ്യം വരുന്നത് എക്സ് കോർഡിനേറ്റ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 5 ആണ്, വൈ കോർഡിനേറ്റ് -3 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് -4 ആണ്, വൈ കോർഡിനേറ്റ് 2 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് -3 ആണ്, വൈ കോർഡിനേറ്റ് -2. ഇപ്പോൾ ആദ്യം പറയുന്നത് എക്സ് കോർഡിനേറ്റും രണ്ടാമത് പറയുന്നത് വൈ കോർഡിനേറ്റ്. അപ്പൊ എക്സ് ആക്സിലുള്ള നമ്പർ ആണ് എക്സ് കോർഡിനേറ്റ്, വൈ ആക്സിലുള്ള നമ്പർ ആണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, ഇനി ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. നമ്മൾ കുറെ ഇതിലെ പോയിന്റ് എക്സ് ആക്സിലെ പോയിന്റ്സിന്റെ പ്രത്യേകതയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എക്സ് ആക്സിലെ കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അവിടെ എ, ബി, സി, ഡി. ഈ പോയിന്റ്സിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് എന്ത് വരും നോക്കാം. എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞതാ എയുടെ ഈ പോയിന്റിന്റെ നേരെ എക്സ് ആക്സിലെ നമ്പർ -3 ആണ്. ഇതിന് നേരെ വൈ ആക്സിൽ 0 ആണ്. അപ്പൊ -3, 0 എന്നാണ് എയുടെ പൊസിഷൻ. ഇനി ബിയുടെ എന്ത് വരും, ബിയുടെ നേരെ എക്സ് ആക്സിൽ നമ്പർ ആദ്യം എക്സ് ആക്സിൽ -2 ആണ്,
വൈ ആക്സിസിൽ 0 ആണ്. അപ്പൊ -2 0. സി ആണെങ്കിലോ സിയുടെ നേരെ എക്സ് ആക്സിസിൽ 1 ആണ്, വൈ ആക്സിസിൽ 0 ആണ്, അപ്പൊ 1 0. ഡി ആണെങ്കിലോ എക്സ് ആക്സിസിൽ 3 തന്നെ, വൈ ആക്സിസിൽ 0. അപ്പൊ നോക്കിയാൽ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. അതായത് y = 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ എക്സ് ആക്സിസിന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്, എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അതായത് രണ്ടാമത് വരുന്ന കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ y = 0, y കോർഡിനേറ്റ് 0 ആകുന്ന ഏത് പോയിന്റും എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ഇനി നമുക്ക് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ പോയിന്റിന്റെ പ്രത്യേകത നോക്കാം. y coordinates of any point on x-axis are zeros. അതുകൊണ്ടാണ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് y = 0 എന്ന് പറയും. ഇനി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഒന്ന് പി ടിയും ഒന്ന് ഇവിടെ വേറെ ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ഇത് ഇവിടെ 2-ലൂടെ y ആക്സിസിൽ 2-ലൂടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്നു. ഇവിടെ y ആക്സിസിൽ -3-ലൂടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പോയിന്റ്സിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് നമുക്ക് നടത്തി നോക്കാം. പിയുടെ കോർഡിനേറ്റ് പിയുടെ നേരെ എക്സ് ആക്സിസിൽ -4, വൈ ആക്സിസിൽ 2. അപ്പൊ -4 ആണ് പിയുടെ കോർഡിനേറ്റ്. 2ന്റെ ആണെങ്കിലോ 2ന്റെ നേരെ എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ 2. അപ്പൊ -3 2. 6ന്റെ ആണെങ്കിലോ 6ന്റെ നേരെ എക്സ് ആക്സിസിൽ -1, വൈ ആക്സിസിൽ -1 2. ഇനി എസിന്റെ ആണെങ്കിലോ എസിലെ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 2. അപ്പൊ 2 2. ടി ആണെങ്കിലോ എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ 2. അപ്പൊ 4 2. അതുപോലെ യുവിന്റെ നോക്കാം. യുവിന്റെ ആകുമ്പോഴോ യുവിന്റെ എക്സ് ആക്സിസിൽ -4, വൈ ആക്സിസിൽ -3. അതുപോലെ വിയുടെ ആണെങ്കിലോ എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ -3. ഡബ്ല്യുവിന്റെ ആണെങ്കിലോ എക്സ് ആക്സിസിൽ -1, വൈ ആക്സിസിൽ -3. എമ്മിന്റെ ആണെങ്കിലോ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ -3. എഫിന്റെ ആണെങ്കിലോ എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ -3. അപ്പൊ ഇവിടെ ഈ പോയിന്റ്സിന്റെ ഒക്കെ പ്രത്യേകത നോക്കിക്കുക. എന്താ പ്രത്യേകത? ഈ പോയിന്റ്സിന്റെ ഒക്കെ കേട്ടോ എക്സ് ആക്സിസിന് പാരലായപ്പോ ഇവിടെ 2-ലൂടെ വരച്ചേ, വൈ കോർഡിനേറ്റ് എല്ലാം 2 ആയിരുന്നു കേട്ടോ. ഇവിടെ -3-ലൂടെ വരച്ചിരിക്കുന്നത്, വൈ കോർഡിനേറ്റ് എല്ലാം -3 ആയിരുന്നു കേട്ടോ. അപ്പോ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൈൻ എടുത്തു കഴിഞ്ഞാലും അതിലെ വൈ കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. ഒരു ലൈനിലെ പോയിന്റ് എടുത്ത്, അതായത് വൈ കോർഡിനേറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആർ സെയിം ഓർ ഈക്വൽ. അതായത് 2-ലൂടെ വരച്ചുകൊണ്ട് ഇവിടെ എല്ലാം 2 ആവണ്ടേ, -3-യുടെ വരച്ചുകൊണ്ട് ഇവിടെ എല്ലാം -3 വന്നേ. വേറെ +1-ലൂടെ വരച്ചെങ്കിൽ എല്ലാം വൈ കോർഡിനേറ്റ് +1 ആയിരിക്കും. -2-ലൂടെ വരച്ചെങ്കിൽ എല്ലാം വൈ കോർഡിനേറ്റിന്റെ എല്ലാ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് -2 ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എക്സ് ആക്സിസ് ആണെങ്കിൽ y 0 ആയിരിക്കും. അപ്പോൾ y = 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം. ക്ലിയർ ആയ പറഞ്ഞത്? ഇനി നമുക്ക് വൈ ആക്സിസിലെ പോയിന്റ്സിന്റെ പ്രത്യേകത നോക്കാം. വൈ ആക്സിസിലെ പോയിന്റ്സിന്റെ പ്രത്യേകത, വൈ ആക്സിൽ ഇതുപോലെ കുറച്ച് പോയിന്റ് മാർക്ക് ചെയ്യാം. എ ബി സി ഡി ഇ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സിന്റെ കോർഡിനേറ്റ് നോക്കാം. എയുടെ കോർഡിനേറ്റ് ആണെങ്കിലോ എയുടെ നേരെ എക്സ് ആക്സിസിലെ നമ്പർ ആദ്യം പറയണ്ടേ. അപ്പൊ എ എന്ന ഈ പോയിന്റിന്റെ നേരെ എക്സ് ആക്സിസിൽ ആദ്യം 0 ആണ്, വൈ ആക്സിസിൽ 3 തന്നെയാണ്. അപ്പൊ 0 3 ആണ് ഈ പോയിന്റ് കോർഡിനേറ്റ്. ആദ്യം ഈ ഹൊറിസോണ്ടൽ ലൈനിലെ നമ്പറാണ് എഴുതേണ്ടത്. അപ്പൊ ഈ പോയിന്റിന്റെ നേരെ ഹൊറിസോണ്ടൽ നമ്പർ ലൈനിൽ 0 ആണ്, വെർട്ടിക്കൽ ലൈനിൽ 3 തന്നെയാണ്. അപ്പൊ 0 3 ആണ് എയുടെ കോർഡിനേറ്റ്. ബി ആണെങ്കിലോ ബിയുടെ നേരെ എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 2. ഡി ആണെങ്കിലോ എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ -2 തന്നെ. ഇ ആണെങ്കിലോ എക്സ് ആക്സിസിൽ 0 തന്നെ, വൈ ആക്സിസിൽ -3. അപ്പൊ നോക്കിയേ, വൈ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏത് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റിന്റെ എന്താ പ്രത്യേകത? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ ആക്സിന്റെ ഇക്വേഷൻ ആയിട്ട് എക്സ് = 0. അപ്പൊ എക്സ് 0 വൈ ആക്സിസ്, വൈ 0 എക്സ് ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എല്ലാം 0 ആയിരിക്കും. ആദ്യം വരുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആദ്യം വരുന്ന 0 വരുന്ന ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് എല്ലാം എക്സ് ആക്സിസ് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും.
ക്ലിയർ ആയല്ലോ. ഇനി y ആക്സിന് പാരലായിട്ടുള്ള ലൈൻ നോക്കാം. അപ്പോൾ y ആക്സിന് പാരലായിട്ടുള്ള ലൈൻ ഇതാ y ആക്സിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഈ ഡോട്ടഡ് ലൈൻ. അതിലെ പോയിന്റ്സിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കാം. പിയുടെ കോർഡിനേറ്റ് പറഞ്ഞാൽ എന്ത് പറയണം? പിയുടെ നേരെ എക്സ് ആക്സിൽ നമ്പർ ആദ്യം, y ആക്സിൽ നമ്പർ രണ്ടാമത്. അപ്പൊ പിയുടെ -3 4 അല്ലേ? ഇതിന്റെ നേരെ -3 എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും 4 -3 4. ക്യൂ ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് -3 തന്നെ, y കോർഡിനേറ്റ് 3. ആർ ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് -3 തന്നെ, y കോർഡിനേറ്റ് 1. ഇനി എസ് ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, എപ്പോഴും എക്സ് കോർഡിനേറ്റ് ആദ്യം, എക്സ് ആക്സിസിലെ ഹൊറിസോണ്ടൽ ലൈനിന്റെ നമ്പർ ആദ്യം എഴുതണം. അപ്പോൾ -3 y കോർഡിനേറ്റ് -2. അടുത്താണെങ്കിലോ ടി ആകുമ്പോൾ എക്സ് കോർഡിനേറ്റ് -3 y കോർഡിനേറ്റ് -3, എക്സ് കോർഡിനേറ്റ് -3 y കോർഡിനേറ്റ് -4. എന്താ പ്രത്യേകത നോക്കിയേ? എല്ലാത്തിന്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വന്നു, -3 ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ഒരു ലൈൻ നോക്കാം. എക്സ് ആക്സിന് പാരലായിട്ട് y ആക്സിന് പാരലായിട്ട് 2 ഒരു ലൈൻ വരച്ചിരിക്കുന്നു. അപ്പൊ ഇതിലെ പോയിന്റ്സ് ഇതുപോലെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കാം. വിയുടെ ആണെങ്കിൽ എന്ത് വരും? വിയുടെ എക്സ് കോർഡിനേറ്റ് 2 y കോർഡിനേറ്റ് 3, അപ്പൊ 2 3. ഡബ്ല്യു ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 2 തന്നെ, y കോർഡിനേറ്റ് 2 തന്നെ. എം ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 2 y കോർഡിനേറ്റ് 1, അപ്പൊ 2 1. ഇനി ഏതാണ്? എൻ ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 2 y കോർഡിനേറ്റ് -4. അപ്പൊ നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വന്നാൽ അത് y ആക്സിസിന് പാരലാണ്. അപ്പൊ y ആക്സിസിലെ പോയിന്റ് ആണ് x = 0. y ആക്സിന് പാരലായിട്ടുള്ള ലൈൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വരുന്ന രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എപ്പോഴും y ആക്സിന് പാരലായിരിക്കും. y കോർഡിനേറ്റ് സെയിം ആയിട്ട് വരുന്ന രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ y സെയിം ആണ് x ആക്സിന് പാരലായിരിക്കും, x സെയിം ആണ് y ആക്സിന് പാരലായിരിക്കും. പറഞ്ഞ ക്ലിയർ ആയോ? ഒരു പ്ലെയിൻ, ഒരു തലത്തിലെ ഒരു പോയിന്റിന്റെ പൊസിഷൻ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നാണ്, നമ്പർ ഉപയോഗിച്ച് എങ്ങനെ മാർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എക്സ് ആക്സും y ആക്സും ഉപയോഗിച്ച് ആ പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.